കഥയിലും പേരിലും പുതുമകളുമായി ഈ പുതുവർഷ തുടക്കത്തിൽ ആ എന്ന ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊള്ളാം. ഇതൊക്കെ പത്രത്തിലൊക്കെ വന്നല്ലോ. അയ്യോ, ദിലീഷ് ചേട്ടനും ജാഫർ ഇടുക്കി ചേട്ടനും സന്തോഷം. നമസ്കാരം. ദിലീഷ് ചേട്ടാ, ചായക്കടയിൽ നിന്ന് സംസാരിക്കുമ്പം എൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മ മ്യൂസിയത്തിൽ സാൾട്ട് ആൻഡ് പെപ്പറിന്റെ ക്ലൈമാക്സ് രംഗം നടക്കുമ്പോൾ മോണിറ്ററിന്റെ മുമ്പ് ചേട്ടൻ ഇരിക്കുന്നു. അപ്പൊ ഞാൻ സിനിമ ഡയറക്ടർ വരുമ്പോൾ ആഷിക്ക് പോവാണല്ലോ സംവിധായകൻ, സംവിധാനം ഇത്ര പെട്ടെന്ന് മാറിയോ എന്ന് ചിന്തിച്ചു പോലെയാണ് ഇപ്പൊ ചായക്കടയ്ക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിനോട് ചേർന്ന് ജാഫർ ഇടുക്കി ചേട്ടനെ നേരത്തെ കണ്ടോ പറഞ്ഞ പോലെ ആ തികച്ച് കൃത്രിമത്വം ഇല്ലാത്ത ആ സെറ്റിലിരുന്നാണ് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമയുടെ പ്രൊമോഷൻ സംസാരിക്കുന്നത്. സാധാരണ കൊച്ചിയിലെ ശീതീകരിച്ച ഹോട്ടൽ മുറികളിൽ 3 ഫ്ലെക്സും 2 കസേരി. ആ പരിപാടി പൊളിച്ചിരിക്കുകയാണ് തോമസ് സെബാസ്റ്റ്യൻ ചേട്ടൻ. എന്ത് തോന്നുന്നു ഇങ്ങനൊരു, ഇത് എന്റെ ഐഡിയ മാത്രം ഐഡിയ എന്ന് പറഞ്ഞ പോലെ ഈ ഐഡിയയെ കുറിച്ച് എന്ത് തോന്നുന്നു? നല്ല കാര്യമല്ലേ. ഒന്ന് നമ്മൾ ഇപ്പം നല്ല ലൊക്കേഷൻ ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്ഥലമായിരുന്നു. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാനും അല്ലെങ്കിൽ ഒന്ന് നടക്കാനും അങ്ങനെ കാടും മലയൊക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അപ്പം പോയപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കവിയോട് പറഞ്ഞു ഇടയ്ക്കൊന്ന് ഇറങ്ങണം ഇങ്ങോട്ട്, വെറുതെ കറങ്ങാനൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങോട്ട് വരാനെങ്കിലും പറ്റിയില്ലല്ലേ, ഒന്നും കൂടെ ഇതിലേക്കൊന്ന് വരാൻ പറ്റി. വീണ്ടും പിന്നെ നമ്മൾ പലപ്പോഴും ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്ത് അവിടുത്തെ ഒരു സെറ്റിൽ ചിലവഴിച്ചിട്ട് പോയിട്ട് പിന്നെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് വരുമ്പം നമ്മളിപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാന്ന് പറഞ്ഞ പോലത്തെ ഫീലുണ്ട്. സന്തോഷം. മാത്രമല്ല, ഞാൻ ജാഫറേട്ടനെ ആദ്യം രാവിലെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടപ്പം ഒരു കാര്യം പറഞ്ഞു. എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ തന്നെ, ആ സ്റ്റിൽ ഫോട്ടോ തന്നെ ഒന്ന് ഹിറ്റായി മാറി. പേര് ഹിറ്റാണ്, അതിലുപരിയായിട്ട് വിദൂരതയിലേക്ക് കൈ ചൂണ്ടി ജാഫറിക്കുകയും പിന്നെ അടുത്ത് നിങ്ങളും കഥാപാത്രത്തെ സർപ്രൈസുകളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് പറയാമോ ചേട്ടന്റെ കഥാപാത്രം? എൻ്റെ ക്യാരക്ടറുടെ പേര് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ നാട്ടിലേക്ക് വരുന്നതാണ്. സ്റ്റീഫനാണ് ഈ നാട്ടിലേക്ക് വരുന്ന പുതിയ കഥാപാത്രം. അപ്പം ഈ പ്രദേശത്തെ ഇവിടുത്തെ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്നത് സ്റ്റീഫൻ്റെ ഒരു ആംഗിളിലൂടെയാണ്, സ്റ്റീഫൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നതിലൂടെയാണ്. കഥയുടെ കോർ പോയിന്റിലേക്ക് സ്റ്റീഫൻ്റെ കഥാപാത്രവും സ്റ്റീഫന് എത്രമാത്രം സ്പേസ് ഉണ്ടെന്നുള്ളതിനപ്പുറത്ത് സ്റ്റീഫൻ കുറച്ചുകൂടി ഒരു പ്രസൻറ്ററായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പോലെ ഇതാണ്. സ്റ്റീഫൻ ഇവിടുത്തെ ഒരു നാട്ടിലെ ഈ പ്രദേശത്തെ ഒരു റോഡിൻ്റെ ടാർ പണിക്കായിട്ട് വരുന്ന ഒരു സൂപ്പർവൈസറായിട്ടാണ് സ്റ്റീഫൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ അയാൾ ഇവിടെ താമസിക്കാനൊരു വീടൊക്കെ സെറ്റാക്കി തരാൻ വരുന്ന മെമ്പറുടെ ക്യാരക്ടറാണ് ജാഫറിൻ്റെതുള്ളത്. പിന്നെ മെമ്പർ പരിചയപ്പെടുത്തുന്ന പ്രദേശമാണ് ഈ കഥ നടക്കുന്ന പ്രദേശത്തെ മെമ്പർ പരിചയപ്പെടുന്നത്. ഇവിടുത്തെ കഥാപാത്രങ്ങളെ മെമ്പർ സ്റ്റീഫന് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് സിനിമ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നത്. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചായക്കടയാണല്ലോ. ചേട്ടൻ സിനിമയിലൊക്കെ എത്തി താരമൊക്കെ ആകുന്നതിന് മുമ്പ്, അറിയപ്പെടുന്നതിന് മുമ്പ് നാട്ടിൽ അന്ന് ഈ ചെന്ന് ചായ കുടിച്ചൊരു ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഗ്രഹാതുരത്വമുള്ള പഴയ ഓർമ്മകൾ അലയടിച്ച് വരുന്ന ചായക്കട ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ 14 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ചായക്കട ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ. ചായക്കട ഞങ്ങൾ നടത്തിയിരുന്നു. എൻ്റെ വാപ്പായ്ക്ക് ചായക്കടയായിരുന്നു. ഞങ്ങളെല്ലാവരും ചായയും മറ്റുള്ള കടികളും ഒക്കെ ഉണ്ടാക്കാനും അറിയാവുന്നവരാ. പിന്നെ അമ്മ മിഷീനല്ല, അരി ആട്ടുക. അതിനു വേണ്ടി ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ മൽപ്പിടുത്തം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരാട്ടും, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോണം. ഇപ്പൊ കണ്ടം കൊയ്ത് കഴിയുമ്പോഴത്തേക്ക് ചട്ടിപ്പൊന്തുമായിട്ട് കളിക്കാൻ പോകും, ഒരു വള്ളിയും വലിച്ചു കെട്ടിട്ട് വോളി ബോൾ. അപ്പൊ ഞാൻ പോയാൽ എനിക്ക് അരി ആട്ടണം, ആരെങ്കിലും ആട്ടണം. അതിന് ഞങ്ങൾ തമ്മില്ല. അപ്പൊ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ തൂത്തിട്ടില്ല, കണ്ടല്ലേ. ഒരു 5 കിലോ അരി ഇട്ടാട്ടാവുന്ന അതിനകത്തിട്ട് ആട്ടിപ്പറക്കി, അങ്ങനെ എല്ലാ പരിപാടികളും ചായക്കടയുടെ അറിയാം. അതാണ് ഇപ്പോൾ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാലും ആ ചായക്ക് കടച്ചായ എന്ന് പറയും. അമ്പിളിച്ചേട്ടൻ പറയാറുണ്ട്, ജയചേട്ടൻ പറയാറുണ്ട് അല്ലേ. ഒരു ചായ കിട്ടിയ അരിയ കടച്ചായ എന്ന് പറയും, നല്ല ചായ. അപ്പോൾ ചായക്കട ഇറങ്ങി 14 കൊല്ലം. അപ്പം ഈ ടൈപ്പ് ചായക്കടയല്ല, ഇതുപോലുള്ള ചായക്കട ഹൈ റേഞ്ചിൽ പലയിടങ്ങളിലും ഉണ്ട് ഇങ്ങനത്തുള്ള മേഖലകളിൽ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു വീടിനോട് ചേർന്നൊരു മുറി വലിയൊരു മുറി, അങ്ങനെ ചായക്കടയാണ്. അപ്പോൾ ചായക്കടയെ കുറിച്ച് അറിയാം. ചുരുക്കി പറഞ്ഞ സിനിമാ സെറ്റുകളിൽ പറഞ്ഞു കേൾക്കാറുള്ള ജാഫർ ഇടുക്കി ചേട്ടന്റെ കൈപ്പുണ്യം പാചകത്തിന് അത് പഠിച്ചത് സർവകലാശാലയായ ചായക്കടയിൽ നിന്നാണ്. ചായക്കടയെന്നല്ല, ചായക്കടയിൽ അങ്ങനെ അന്നത്തെ കാലത്ത് പിന്നെ ഭയങ്കര ഇറച്ചിക്കറി ഒന്നും കൂട്ടി അങ്ങനെ ഒരു ടോക്ക് ഉണ്ടോ പുള്ളി കൈപ്പുണ്യത്തെ കുറിച്ച്? എനിക്കൊരു കട്ടൻ ചായ പോലും ഇതുവരെ ഇട്ട് തന്നിട്ടില്ലോ. അത് അതിനകത്ത് സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാൻ കട്ടൻ ചായ കുടിക്കാൻ നിൽക്കാൻ സമയമില്ലാത്ത ആൾക്ക് അങ്ങനെ കട്ടൻ ചായ ഇട്ടു. കഴിഞ്ഞ പ്രൊമോഷൻ സുനിൽ ചേട്ടനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അല്ലേ? സുനിൽ ചേട്ടൻ കൈപ്പുണ്യത്തെ കുറിച്ച് മീന് പിടിച്ച് അപ്പോഴും തന്നെ പൊരിച്ച് എവിടെ വെച്ച്, ഏത് പടത്തിന്റെ 19ാം നൂറ്റാണ്ട്. അപ്പം ഞാൻ ഒരു ചൂണ്ട ഇട്ടുണ്ട് ചേട്ടനിപ്പുണ്ട്. ഞാൻ ചൂണ്ട മേടിച്ചിട്ട് ഞാൻ ഈ വള്ളത്തിൽ ഇരുന്നിട്ട് എനിക്കൊരു 3-4 മീൻ കിട്ടി, 4-5 കിട്ടി. 2 കരിമീൻ, പിന്നെ ഈ കുറുവൊക്കെ കിട്ടി. അപ്പൊ അവിടെ തന്നെ ബോട്ടിൽ തന്നെ ഇതുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്ത് അവിടെ നിന്നിട്ട് എനിക്ക് ഷൂട്ടില്ല. അപ്പോൾ കായലിൽ ഷൂട്ടാണൊക്കെ ഞാൻ എൻ്റെ ചെറുമ്പലൊക്കെ കളഞ്ഞ് ചില പറഞ്ഞ് ആ ചേട്ടനോട് ഇച്ചിരി മുളകും ഇച്ചിരി അതുമൊക്കെ മേടിച്ചു. കുരുമുളകൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അതിട്ടിട്ട് അവിടെ നിന്ന് നല്ല വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ പൊരിച്ചു തന്നു ഞങ്ങൾ. ഫ്രഷ് ആയിട്ട് നമ്മുടെ മറീന ബീച്ചിലൊക്കെ പൊരിച്ചു.
ചക്കക്കൂട്ടാനോ ചക്കക്കറി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതിൽ തിന്നാൻ കൊതി വന്നെങ്കിൽ ചക്ക പുഴുക്കെന്ന് പറഞ്ഞ പുഴുക്ക് അതിനൊരു രുചിയില്ലേ? തീർച്ചയായും. കണ്ടോ, അങ്ങനെ ഓരോന്നിനും ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നേ, അതെല്ലാവർക്കും ഉണ്ടെന്നേ. ഈ ഈ ഹൈ റേഞ്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, ഈ ചരിത്രം തന്നെ പറയാനേ മറ്റുള്ളവർക്ക് ഉള്ളൂ. ഞാൻ മാത്രമല്ല, ഇതൊക്കെ പിടിച്ച് പൊരിച്ച് തിന്നുന്നവരൊക്കെ ഹൈ റേഞ്ചിലുള്ളവർ മിക്കവാറും ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കേൾപ്പുള്ളവരാണ്. അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിരിക്കും. ചിലപ്പോൾ പെണ്ണുമുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേർക്ക് കെട്ടിയവനായിരിക്കും ഉണ്ടായിക്കൊള്ളുന്നത്. എല്ലാവരും അടുത്തുള്ളതായത്. ഈ ഫാമിലി ടീ ഷോപ്പിനെ കുറിച്ച് ജാഫറേട്ടൻ പറഞ്ഞില്ലേ, അതിന് ഇത് നമ്മൾ ഇരിക്കുന്ന കട പോലെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലായിരുന്നോ? വെറുതെ ഒരു ഇല്ല, അന്ന് പേരൊന്നും ഇല്ലല്ലോ. അന്നങ്ങനെ പേര്, അന്ന് എൻ്റെ ഓർമ്മയില് ഹോട്ടല് പോലെ ഊണൊക്കെ ഉണ്ടെങ്കിൽ, ഊണില്ലേ, ഊണുണ്ടെങ്കിൽ അതിനൊരു പേരെഴുതി വയ്ക്കും. അല്ലെങ്കിൽ സാധാ ഇതുപോലെ ഇതുണ്ട്, ഇതിന് ചായക്കട, രാശോഞ്ചേണ്ട കട എന്നൊക്കെയാ പറയുന്നത്. ചേട്ടന്റെ വാപ്പയുടെ പേരിലാണ് അറിയപ്പെടുന്നത് കട എങ്ങനെ? മൈനികുട്ടി കട. പിന്നെ മൈനികുട്ടി കട. ഞങ്ങൾക്ക് 14 കൊല്ലം ഇത് തന്നെയാണ്, ഞങ്ങൾക്ക് ജോലി ഇത് തന്നെയായിരുന്നു. ഹോട്ടലായിരുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ഉദ്യോഗസ്ഥർക്കൊക്കെ ചോറ് കൊടുക്കേണ്ട ഹോട്ടൽ പോലെയായി. ഒരു ബസ്, സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലേ? വീട്ടിൽ തന്നെയല്ലേ, വീട് തന്നെയല്ലേ. അപ്പം അങ്ങനെയുള്ളൂ. ഇപ്പം ഇത് അത് തന്നെ ഡയറക്ടറുടെ മനസ്സിൽ അങ്ങനെ ഒരു പഴയ ചായക്കട കൂടി, അത് ആർട്ട് ഡയറക്ടർ നല്ല വൃത്തിയും വിലയ്ക്ക് അതിലും ഒറിജിനലാക്കി. തീർച്ചയായും. ഒരു പട്ടാള തൊപ്പിയൊക്കെ വെച്ച് പട്ടാളക്കാരുടെ മീശയൊക്കെ പിരിച്ചിരിക്കണമെങ്കിലും ആളൊരു സാക്ഷാൽ സാധാരണക്കാരൻ നാട്ടുപുറത്തെ മെമ്പറാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മെമ്പർ ആകാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടോ, പടത്തിലല്ലാതെ? എന്തുകൊണ്ടാണ്? ഭയങ്കര തൊല്ലാനിത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അല്ല, അതെന്നാന്നറിയാമോ, നമ്മൾ ചുമ്മാ ഈ പിള്ള കളിക്കുന്ന കേസൊന്നല്ലേ. പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയിലും വലിയ ജോലിയാണ്. പിന്നെ ഒരു മന്ത്രിക്ക് അങ്ങനെ ജോലിയില്ല. അവർക്ക് ഒത്തിരി പേഴ്സണൽ സെക്രട്ടറിമാരും ഒത്തിരി IAS ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ കൂടെ കാണും. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിലും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കൊരു മെമ്പറാണ്. ആ മെമ്പറിനാണ് ഒരു നാടിൻ്റെ ഒരു മുക്കും മൂല അറിയാൻ പറ്റുള്ളൂ. നല്ല മെമ്പറാണ് അതിൻ്റെ. അതായത് രാഷ്ട്രീയത്തിലൂടെ മെമ്പറായി കഴിഞ്ഞിട്ട് മനുഷ്യന് സേവനം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മെമ്പർ. അയാൾക്ക് മുക്കും മൂല എല്ലാം അറിയാൻ പറ്റും. പല ചടങ്ങുകൾ നടക്കുമ്പോൾ ഓടിക്കൂടി എല്ലാവരും അതിലൂടെ ഇതിലൂടെ കയറി ഇറങ്ങി. പിന്നെ സ്ഥലം കണ്ടില്ലേ, എല്ലാം വണ്ടി പോകാത്ത സ്ഥലമാണ്, സൈക്കിൾ വരെ ചെല്ലിയല്ല. അപ്പം നടന്ന് കയറിപ്പോയി അങ്ങനെയൊക്കെ ഉള്ള ആളാ. വാർഡ് തന്നെയാണ് വീട്. പിന്നെ ആ വാർഡ് അയാൾ ഭയങ്കരമായിട്ട് കേരളം എങ്ങനെയാ മുഖ്യമന്ത്രി നോക്കണ പോലെ ആ വാർഡ് നന്നാക്കിക്കൊണ്ട് നടക്കും. ദിലീഷ് ചേട്ടാ, ജാഫർ ഇടുക്കി ചേട്ടൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ജാഫർ ചേട്ടനായിട്ട് വളരെ വ്യക്തിബന്ധമുണ്ട്. ഇടുക്കി എന്നുള്ള സ്ഥലം താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ സിനിമാ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? തീർച്ചയായിട്ടും. എൻ്റെ ആദ്യ സിനിമ പ്ലേസ് ചെയ്തത് ഇടുക്കിയിലായിരുന്നു, മഹേഷിൻ്റെ പ്രതികാരം ഡയറക്ടർ എന്ന നിലയിൽ. അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ എന്നെ എത്രമാത്രം സ്വാധീനിച്ചു, അതുപോലെ തന്നെ ഇടുക്കി എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. എൻ്റെ സിനിമയിലൊരു മഹേഷിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ അടിപൊളിയാക്കി സഹായിച്ചിട്ടുള്ള ആളാണ് ജാഫർക്ക. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമല്ലേ? മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇടുക്കിക്ക് നന്മയുണ്ട് കേട്ടോ. പക്ഷെ ആ പടം വന്നതോടെ ഇടുക്കി അങ്ങ് മിടുക്കിയായി മാറി മലയാള സിനിമയിൽ. എന്തുമാത്രം ഈ സ്ഥലമായിട്ട് മിടുക്കി ആയെന്ന് ആ പടത്തിലൂടെ അറിഞ്ഞു. മിടുക്കിയായിരുന്നു, പക്ഷെ പടത്തിലൂടെ മാത്രമല്ല. ഈ കപ്പ ഉണക്കാൻ പോകുന്നൊക്കെ അല്ല, നിങ്ങളുടെ ഈ ഇവിടുത്തെ പ്രാദേശിക കാഴ്ചകളുണ്ടല്ലോ, അത് ഇത്ര മനോഹരമായിട്ട് ഒപ്പിയെടുത്ത് ഇപ്പോഴും ഇടുക്കിയിലെ ഷൂട്ടിന് വന്നിപ്പം പൊതുവെ ഞാൻ ഇടുക്കിക്കാരനാണെന്നാണ് ഒരുപാട് ആളുകൾ ധരിച്ചു. ആ പടം കണ്ട എല്ലാവരും കരുതിയതാണ് സത്യം. ദിലീഷ് പോത്തൻ ചേട്ടൻ ഇടുക്കിക്കാരനാണ്. ജാഫർ ഇടുക്കി പോലെ പേരിനോടൊപ്പം ഇടുക്കി ചേർത്തിട്ടില്ലെങ്കിലും അങ്ങനെ ധരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വസ്തുതയുണ്ട്. സാറിവിടെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു കഴിയുമ്പോഴത്തേനും സാറ് മറന്നിട്ടില്ലായിരിക്കും. അതിനു മുമ്പ് ഈ പടം തുടങ്ങുന്നതിന് 1-2 മാസം മുമ്പേ അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത പടമാണ് അത്. അതായത് കപ്പവാട്ട്. തീർച്ചയായിട്ടും മൊത്തത്തിലുണ്ട്. പിന്നെ മൊത്തത്തിൽ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ അത് ഇവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ പഠിക്കണ്ടേ? അത് ചുമ്മാ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണണമെന്നുണ്ടോ? അതല്ല, അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയായിരുന്നു. ഞാൻ ഒരു ലാസ്റ്റൊരു സംഭവം ചെയ്യണ്ടോ, ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ എന്ന് പറയുന്ന സാധനം. ആ സാധനം ഇത് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് മനസ്സിലാക്കണ്ടേ? ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു മഴ പെയ്തു. ആദ്യം അതിൻ്റെ ടേക്കിന് നിൽക്കുന്ന സമയത്തൊരു പെട്ടെന്നൊരു മഴ എന്ന് പറഞ്ഞൊരു മഴ പെയ്തു. ഞങ്ങളെല്ലാം ഇറയത്തേക്ക് കയറി കഴിഞ്ഞു. ലൈറ്റും പോകാൻ പോകണം, ഓർക്കണം സാറ്. അപ്പോൾ പെട്ടെന്ന് എന്നാൽ ഇത് പിന്നെ എടുക്കാന്നുള്ള രീതിയിലേക്ക് മാറുക. ആ സമയത്ത് ഈ മഴയങ്ങ് പോയി. മഴ പോയി കഴിയുമ്പോൾ എന്നാൽ ഇത് പെട്ടെന്ന് എടുത്തേക്കാന്ന് പറയും കയറ്റി വിട്ട് അതൊരു തെന്നുന്നുണ്ട് പയ്യെ. എൻ്റെ കയ്യിൽ നിന്ന് പോയതാ അത്. തെന്നുന്നുണ്ട് അതിൽ ഇറക്കപ്പുറത്ത് പെട്ടെന്ന് അങ്ങ് എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്നാ ഇങ്ങനെയെന്ന് ചോദിച്ചു. അന്നേരം അങ്ങ് ചെയ്തു. പിന്നീട് ഞാൻ കാണുമ്പോൾ ചോദിക്കുമ്പോഴാണ് പടമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അതെന്നാ ചോദിച്ചതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു വലിയ കഥ, അതിപ്പോൾ പറയാൻ പറ്റിയല്ല. അതിൻ്റെ വേറൊരു തവണ പറയാം.
അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അതാ മഹേഷിന്റെ പ്രൊമോഷൻ അല്ല. അതിന്റെ പ്രൊമോഷൻ അല്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എങ്കിലും ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് സർപ്രൈസ് എലമെന്റോട് പറയാൻ പറ്റില്ല. റോഡ് പണി ഇപ്പോഴും നടക്കണമെന്ന് തോന്നുന്നു. വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കാം നമ്മുടെ സംഭാഷണത്തിനിടയ്ക്ക്. ചേട്ടാ, ഞാനന്ന് യാദൃശ്യമായിട്ട് കണ്ടു. ഞാൻ സിനിമ ഷൂട്ടിനല്ല വന്നേ, ആഷിഫ് ഭായി എന്ന് കാണണം. സാൾട്ട് ആൻഡ് പെപ്പറിന്റെ ക്ലൈമാക്സ് സീനായിട്ട് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അന്ന് ആ മോണിറ്ററിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഞാനൊരു മലയാളത്തിലെ സ്വയം അടയാളപ്പെടുത്തുന്ന സംവിധാനമായി മാറുമെന്ന് അന്ന് കരുതിയിരുന്നു. ആ മ്യൂസിയം കോമ്പൗണ്ട് വെച്ച് ഞാൻ ഉറപ്പായിട്ടും അന്നല്ല സിനിമയിലേക്ക് വന്നത് സംവിധാനം ചെയ്യാൻ. അത് സംഭവിച്ചില്ലെങ്കിൽ ജീവിതമേ പോയി. അപ്പം അത് സംഭവിക്കണം എന്ന് തന്നെ ഉറപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. സാധിക്കുമല്ലോ നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സംഭവിക്കും. എന്തെങ്കിലും നല്ലൊരു സംവിധായകനാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കെല്ലാം ഉണ്ടാവണല്ലോ. അതിലാണ് പിടിച്ചു നിന്നിരുന്നത് അത്രയും വർഷം. അപ്പോൾ കോൺട്രാക്ടർക്കും പഞ്ചായത്ത് മെമ്പർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ മാത്രമല്ല, ജനുവരി 24 തിയേറ്ററിൽ പോയി നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഈ പടത്തിന്റെ പേര് കേട്ടപ്പോൾ ജാബറേട്ടൻ ഞാൻ ചോദിച്ചു, ഒന്ന് ഞെട്ടിയോ? എങ്ങനെ വീട്ടിൽ വിളിച്ചു പറയും? അന്നേരം പേരിട്ടിട്ടില്ലായിരുന്നു. അപ്പം തോമസ് ബാസിന്റെ പടമായിരുന്നു. എന്തായാലും കഥയിലും പുതുമകളുമായി, കഥാപാത്രത്തിലും പ്രൊമോഷനിലും പുതുമകളുമായിട്ട് വരികയാണ് നമുക്ക് മുന്നിലേക്ക്. ജനുവരി 24 തിയേറ്ററിൽ പോയി കാണുക. എല്ലാ ആശംസകളും. വീണ്ടും കണ്ടുമുട്ടാം ഇങ്ങനെ വ്യത്യസ്തമായ ലൊക്കേഷനുകളിൽ വെച്ച്. താങ്ക് യു. എല്ലാ